ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ കായ്പോളയാണ് കേട്ടോ. കായ്പോള നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത്തിരി മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട്ടുകാർക്ക് ഈ മലബാർ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാല്ലേ. ഞങ്ങൾക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് കായ്പോളയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടായ ശേഷം നമ്മൾ 3 പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ 3 പഴം നല്ല വലിയ പഴം തന്നെയാണ് കേട്ടോ. 3 പഴം ഞങ്ങൾ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം അടിപ്പിടിക്കാത്ത രൂപത്തിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി കുത്തി ഇളക്കിയാൽ പഴുത്ത പഴമാകുമ്പോൾ ഉടഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു വേവാകുമ്പോൾ തന്നെ എന്നിട്ട് ഞങ്ങൾക്ക് വേവായി. ഈ ഒരു വേവാകുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വയ്ക്കുക. വേറൊരു പാൻ എടുത്തിട്ട് ഞങ്ങൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വറുത്ത് വരിക. അത് വറുത്ത് വാങ്ങിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഞങ്ങൾ 5 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോഴിമുട്ടയ്ക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുത്തത്. ഏലക്കായ പൊടി ഉള്ളവർക്ക് അതിലൊരു 1/4 സ്പൂൺ ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് 1 സ്പൂൺ പാൽപ്പൊടി എടുത്ത് നല്ല ചുടുവെള്ളത്തിൽ നന്നായി കുറുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടിപ്പോയാൽ അതിൻ്റേതായ ലെവലിൽ കിട്ടില്ല, അതുകൊണ്ടാണ്. അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഈ അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച പഴം ആഡ് ചെയ്യുക. നമ്മളെ പഴത്തിരി വേവ് കൂടിപ്പോയതുപോലെ ഉണ്ട് കേട്ടോ. അതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത നെയ്യനെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാവടെയും ഒന്ന് ചുറ്റിയ ശേഷം നമുക്ക് വേഗം അടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മറ്റൊരു പഴയ പാനും മതി. ആ പാനൊന്ന് വെച്ചിട്ട് ഈ നമ്മൾ പൊരിക്കാൻ വയ്ക്കുന്ന പാത്രവും വെച്ച് ഈ മിക്സ് ചെയ്തത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല കുണ്ടുള്ളതല്ല കേട്ടോ. നമ്മൾ ഇത്തിരി പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ആവും കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലാകും. അതിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അത് മൂടി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കി കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇത്തിരി ഉള്ളിതാവാനേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു പാൻ വെച്ച് അതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട് മറ്റൊരു പാൻ എടുത്ത് അതിലോട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, നന്നായി മൊരിഞ്ഞ് നന്നായി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത്തിരി മൊരിയിപ്പിച്ച് കൂടുതലെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഈദ് സ്പെഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സംഭവമാണ് കേട്ടോ കായ്പോള. ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ.